ഹായ്, അൽഹംദുലില്ലാ അങ്ങനെ സൗദിയിലെത്തി. കഴിഞ്ഞ ആഴ്ച സൗദിയിലേക്ക് വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്. താമരശ്ശേരി ചുരം ഫുള്ള് ബ്ലോക്കാണ്, സ്റ്റക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ആവാറുണ്ടെങ്കിലും അന്ന് പൂർണ്ണമായും സ്റ്റക്കാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പെട്ടെന്ന് ആകെ ഒരു ബേജാറായി. എന്നാലും ഫുള്ള് ധൈര്യം സംഭരിച്ചുകൊണ്ട് പെട്ടെന്ന് അളിയനാണ് എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞത്. ആദ്യം ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു ബൈക്ക് എടുത്ത് വന്നാലോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ പിന്നെയും ബൈക്കും കൂടി വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാലോ, അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് അളിയനെ വിളിച്ചു, എന്താ ചെയ്യാന്ന് വിളിച്ചു. കുറച്ചു നേരം ശാന്തമായിരുന്നപ്പോൾ മനസ്സിലായി, നമുക്ക് കുറ്റിയാടി ചുരം വഴി പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വെറും 65 കിലോമീറ്റർ പോകേണ്ടടുത്ത് അതിൻ്റെ ഇരട്ടി, അതാണ് എനിക്ക് തോന്നുന്നു 140ഓളം കിലോമീറ്റർ ഞങ്ങൾ ഓടിയിട്ടുണ്ടല്ലേ. പെട്ടെന്ന് ആ ഒരു തീരുമാനം എടുത്തു. ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ കുറ്റിയാടി ചുരത്തിലും കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ സമയത്തിന് എയർപോർട്ടിലെത്തി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്, പല പ്രശ്നങ്ങളും നമുക്ക് വരാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ കൂടി സ്റ്റക്കാവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അക്സെപ്റ്റ് ദ റിയാലിറ്റി എന്നാണ്. ഏതൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ് ആൻഡ് ബ്രീത്ത്. നമ്മൾ എന്തൊരു സംഭവവും പെട്ടെന്ന് അങ്ങോട്ട് പാനിക്കാവുക ചെയ്യുക. അതിന് പകരം ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്തിരിക്കുക, കുറച്ച് ബ്രീത്തൊക്കെ ചെയ്ത് ഒന്ന് സമാധാനത്തിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ മൈൻഡിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കിട്ടും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. നമ്മൾ ഒരു പ്രശ്നത്തിനെ ഫുള്ളായിട്ടും കൂടി കാണും അല്ലേ. ആ ഒരു താമരശ്ശേരി ചുരത്തിൽ ബ്ലോക്കായി, ഇനി എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും, എന്താ ചെയ്യുക, നമുക്കിങ്ങോട്ട് പാനിക് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രശ്നത്തിനെ മൊത്തത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. നാലാമത്തെ കാര്യം. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതിൽ മാത്രം ചിന്തിക്കുക. മറ്റുള്ള ആ ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പെരുമാറ്റങ്ങളോ സാഹചര്യങ്ങളോ ഇതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന, നമ്മളെങ്ങനെ പ്രതികരിക്കണം, നമ്മുടെ ചിന്തകൾ, ഇമോഷൻസ് ഒക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലാണ്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം ഷിഫ്റ്റ് ദ പെർസ്പെക്റ്റീവ് എന്നാണ്. നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ കാണുന്നത് പല പെർസ്പെക്റ്റീവിലായിരിക്കും. ആ ഒരു പെർസ്പെക്റ്റീവ് മാറ്റുക എന്നുള്ളതാണ്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് പകരം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എനിക്ക് പഠിക്കാൻ കഴിയുക, അതുപോലെ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് പഠിച്ച തമ്പുരാൻ തരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കൂടുതൽ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റീച്ച് ഔട്ട് ഫോർ സപ്പോർട്ട് എന്നാണ്. നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ കൊളീഗിനെയോ അല്ലെങ്കിൽ റിലേഷൻസിൽ പെട്ട ആരെങ്കിലും, നമ്മുടെ ഫ്രണ്ടിനെ, ബെസ്റ്റ് ഫ്രണ്ടിനെ ഒക്കെ വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ പ്രശ്നത്തെ മറ്റൊരാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ കെയർ ചെയ്യേണ്ടത്, സെൽഫ് കെയർ നമ്മൾ തന്നെയാണ്. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പം എന്തൊരു പ്രശ്നത്തിനെ ആ ഒരു പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷനിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വഴികളും നമ്മുടെ മുന്നിൽ തെളിയും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര ഇരുണ്ട രാത്രിയാണെങ്കിലും അതിനൊരു പ്രഭാതം ഉണ്ടല്ലേ, അതിനൊരു പകല് വരാനുണ്ട്, ഈ സമയവും കടന്നു പോകും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. നമുക്കവിടെ സൊല്യൂഷൻസ് എടുത്തുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.